ഇവരുടെ വലിയൊരു ആഗ്രഹമായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹായ് തരണോ, നിങ്ങളത് സ്വീകരിച്ചേക്കണേ. ഇന്ന് അവരുടെ പ്രോഗ്രാമാണ്, അതിന്റെ ഫൈനൽ റിഹേഴ്സലാണ് ഈ നടക്കുന്നത്. സൺഗ്ലാസ് ഒക്കെ വെച്ച് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടെങ്കിലും വെപ്രാളം കയറിയും ഒരാൾ തെറ്റിച്ച് ഒരാൾ ചിരിക്കാതിരുന്നും അവിടെയൊക്കെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. ഞാനിതെല്ലാം കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ് എന്താകുമെന്ന്. കൂളിംഗ് ഗ്ലാസ് വെച്ച് കളിക്കണമെന്ന് ഒരേ നിർബന്ധം. അങ്ങനെ കൂളിംഗ് ഗ്ലാസും വെച്ച് അതിന്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഈ പ്രാവശ്യം എടുത്തേക്കുന്ന ഡ്രസ്സ് അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. നല്ല കളർ കോമ്പിനേഷനെ അവർ തന്നെ ചൂസ് ചെയ്ത ഡ്രസ്സാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഭരതനാട്യം ആയിക്കോട്ടെ, സിനിമാറ്റിക് ഡാൻസ് ആയിക്കോട്ടെ, അനുഗ്രഹം മേടിച്ചിട്ടാണ് അവർ എപ്പോഴും സ്റ്റേജിൽ കയറുന്നത്. അത് എല്ലാ കുട്ടികളും അങ്ങനെയാണ്. ഒരു പ്രാവശ്യം കൂടി എൻ്റെ ജീവിതത്തിൽ അങ്ങനൊരു സാഹചര്യം ഉണ്ടായതിൽ വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിൽക്കുന്നത്. ഞങ്ങളെ പുകഴ്ത്താൻ വേറെ ആരുടെയും സഹായം വേണ്ടെന്ന നിലയിൽ അവർ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്തത് നമ്മൾ പുട്ടിയിലേക്ക് കടക്കുകയാണ്. ഭരതനാട്യത്തെ പോലെ ഒത്തിരി മേക്കപ്പ് ഒന്നും വേണ്ടെങ്കിലും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഞാൻ തന്നെയാണ് ഇവർക്ക് പുട്ടിയിട്ട് കൊടുത്തത്. അവരുടെ സ്കിൻ ടോണിനനുസരിച്ച് കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്തു കൊടുത്തായിരുന്നു. ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ കുട്ടികൾ നല്ല സുന്ദരികളായിട്ട് എനിക്ക് തന്നെ തോന്നി. എനിക്ക് കുറച്ച് നേരത്തെ പോകണമായിരുന്നു, എനിക്ക് പ്രോഗ്രാം കാണാൻ പറ്റിയില്ല. പ്രോഗ്രാം കാണാൻ വരണേ ചേച്ചി എന്ന് പറഞ്ഞ് എന്നെ വിഷമിച്ച് യാത്രയൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഉടനെ ചാനലിൽ അപ്ലോഡ് ചെയ്യായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.